കാർത്തിക നക്ഷത്രം. കാർത്തിക നക്ഷത്രക്കാർ കൂടുതലും സ്ഥിരതയും ആത്മവിശ്വാസവും കൂടുതലുള്ളവരാണ്. അതുമാത്രമല്ല, ഇവർക്ക് ഉത്തരവാദിത്ത ബോധവും കൂടുതലാണ്. ഇവർക്ക് ഉത്തരവാദിത്ത ബോധം കൂടുതലായതുകൊണ്ട് ഇവർ ചിലപ്പോൾ ഇവരുടെ സന്തോഷമൊക്കെ ചിലപ്പോൾ മാറ്റി വെച്ചു എന്നും വരും. അതുകൊണ്ട് ഇവർ പലപ്പോഴും ജീവിക്കാൻ മറന്നു പോവാറുണ്ട്. ഇഷ്ടപ്പെട്ടതും ശരിയെന്ന് വിശ്വസിക്കുന്നതും എന്ത് ബോധ്യപ്പെട്ടാലും അതിനെ ഇവർ തള്ളിക്കളയാറില്ല. ചിലപ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായം പലപ്പോഴും തള്ളിക്കളയാറുണ്ട്. അതുകൊണ്ട് ഇവർക്ക് വിജയം വളരെ കൂടുതലായിരിക്കും. ഇവരുടെ ചിന്തന രീതി പലപ്പോഴും വ്യവസ്ഥിതമായിട്ടുള്ള ആലോചനയും തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങളുമായിരിക്കും. ഒരു കാര്യം ഇവർ ലളിതമായിട്ട് കാണുകയില്ല. ദൃഢനിശ്ചയത്തോടെ തന്നെ ഇവർ മുന്നോട്ട് പോകും. നല്ല അവബോധം കൊണ്ടാണ് ഇവർ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതും കാൽ വയ്ക്കുന്നതും. ഇവരുടെ ഭാവി എപ്പോഴും ധനം വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ആത്മവിശ്വാസമുള്ള ഒരു കരിയർ എന്തായാലും ഇവർക്ക് ഉണ്ടാവും. പക്ഷെ അതിനായി പലപ്പോഴും ഇവർ സഹനശീലം വളർത്താത്തതുകൊണ്ട് ഇത് ഇവർക്ക് ഉണ്ടാവാറില്ല. അങ്ങനെ വളർത്തിയെടുത്തവരെല്ലാം ഇപ്പോൾ നല്ല ഉയർന്നു തന്നെ നിൽക്കുന്നുണ്ടാവും. ഫിനാൻസ് മാനേജ്മെൻറ്റ്, ഔദ്യോഗിക മേഖലയിൽ ഇവർക്ക് നന്നായിട്ട് തന്നെ ശോഭിക്കാൻ കഴിയും. ഇവരുടെ സ്വഭാവത്തിനനുസരിച്ച് ഇവർക്ക് പൊരുത്തപ്പെടാൻ പറ്റുന്നത് പൂരാടം, ഉത്രാടം, തിരുവാതിര ഈ 3 നക്ഷത്രക്കാരുമായിട്ടാണ്. ഈ 3 നാളുകാരുമായിട്ട് പൊരുത്തപ്പെടുമ്പോൾ ഇവർക്ക് സുഗമമായ സംസാരമായിരിക്കും കൂടുതലും. ആത്മീയത, വ്യക്തിമതത ഇത് രണ്ടും ഉള്ളതും കൊണ്ട് ഇവരായിട്ട് നന്നായിട്ട് തന്നെ ഇവർ പൊരുത്തപ്പെട്ടു പോകും. അതുപോലെ തന്നെ ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നല്ല സ്ട്രോങ് ആയിരിക്കും. പരസ്പരം എന്താണ് എന്നുള്ളത് മനസ്സിലാക്കും. കാർത്തിക നക്ഷത്രക്കാർ പൊതുവെ ആകർഷിക്കപ്പെടുന്നത് അവരെ ആത്മവിശ്വാസം ഉണർത്തുന്നതും ആത്മീയതയിൽ ബലമുള്ള വ്യക്തിയാണ് അവർക്കിഷ്ടം. കൂടാതെ സുന്ദരമായിട്ടുള്ള ജീവിത ശൈലിയോടും ഇവർക്ക് താല്പര്യമുണ്ട്. എന്ന് വെച്ചാൽ ആർഭാട ജീവിതം നയിക്കാൻ ഇവർക്ക് വളരെ ഇഷ്ടം കൂടുതലാണ്. ചിലപ്പോൾ നിങ്ങൾ കടം വാങ്ങിയിട്ടായാലും നിങ്ങൾ ആർഭാട ജീവിതം നയിച്ചേക്കാം. ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് അല്ല, ഞാനൊരു പേഴ്സണലി ഒരു സൈക്കോളജിസ്റ്റാണ്. സൈക്കോളജിയിലെ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒരു ബന്ധമുണ്ട് എന്നുള്ള പേപ്പറാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത്. എന്താ വെച്ചാൽ ആസ്ട്രോയിൽ ഇന്ന നക്ഷത്രക്കാർ ഇന്ന സ്വഭാവമായിരിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കുറച്ച് പേരെടുത്ത് പരീക്ഷിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം 10 പേരിൽ 8 പേരും അത് ശരിയായിട്ട് തന്നെ വന്നു. അപ്പോൾ ഈ സ്വഭാവക്കാർ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഇവരുടെ ഭാവി ഇങ്ങനെ ആയിരിക്കും എന്ന് ഒരു അസംഷനിൽ ഞാൻ എത്തി. ഇന്ന സ്വഭാവക്കാർക്ക് ഇന്ന നാളുകാർ മാത്രമേ ചേരുള്ളൂ എന്നത് എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെയാണ് ഞാനിത് പറയുന്നത്. ഇത് ഞാൻ പറയണ പോലെ ആയിരിക്കില്ല ബാക്കി പ്രൊഫഷണൽ ആയിട്ടുള്ള ആസ്ട്രോളജിസ്റ്റ് പറയുന്നത്.